റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, സയഅതി അലന്നാസി സുനൂന ഖദ്ദാഅത്ത്, വഞ്ചിക്കുന്ന ചില വർഷങ്ങൾ വരും. യൻതിഖു ഫീഹ റുവൈബിള. ഖാലൂ വമർ റുവൈബിളതു യാ റസൂലല്ലാഹ്? ഖാല അർറജുലു താഫിഹ് യതകല്ലമു ഫീ അംരിൽ ആമ്മ. ഒരു കാലം വരും, അന്ന് റുവൈബിള ആളുകളായിരിക്കും മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുക. ആരാണ് റുവൈബിള? ഒരു നിലയും വരെയും പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് മുസ്ലിമീങ്ങളുടെ മൊത്തമായ പ്രശ്നത്തിന് ആണോ പെണ്ണോ ആകട്ടെ പഠിക്കാതെ വിവരമില്ലാതെ മുസ്ലിമീങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് പറഞ്ഞ് ചാനലുകാരന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ചോദ്യം വരുമ്പോ ഈവൻ മുസ്ലിമീങ്ങളുടെ റെപ്രസെന്റേറ്റീവ് 16 വയസ്സിൽ കെട്ടിക്കണോ കെട്ടിക്കണ്ടേ? അത് ഉലമാ പറയട്ടെ. എന്താണ് അതിന്റെ പൊരുളെന്ന് പണ്ഡിതന്മാർ പറയട്ടെ. എന്തേ ഇപ്പൊ ശരീഅത്ത് അത്തരം നിലപാടുകളിലേക്ക് നമ്മുടെ ഉലമാ പോകാൻ കാരണം എന്തേ? ഉലമാ വിവരമില്ലാത്തവർ, 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്ന സാധാരണക്കാരന് ഇൽമ പഠിക്കാതെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദീനിന്റെ ഇൽമില്ലാതെ അങ്ങോട്ട് പറയുന്ന എത്രയോ ചില മുസ്ലിം പെണ്ണുങ്ങൾ വരെ അത്തരം വിഷയങ്ങൾ എതിർത്ത് സംസാരിച്ചു എന്നൊക്കെ കേൾക്കാൻ ഇടയായി. എന്താണ് ഇപ്പൊ പറയുന്നത്? ദീൻ, നമ്മൾ സെക്യുലറിസ്റ്റുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വർത്താനം ബാധകമല്ല. നമ്മൾ സെക്യുലറിസ്റ്റാ പറയുന്നത്, അള്ളാന്റെ ദീനല്ല പറയുന്നത്. നമുക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്നത്, നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് ഇതാ നമ്മൾ പറയുന്നതെങ്കിൽ 18 21 എന്തോ പറഞ്ഞോ, അള്ളാഹു പറഞ്ഞ വിഷയമാണ്, ദീനാണ് നമ്മൾ പറയുന്നത്. അവിടെ ശ്രദ്ധിച്ചേ. അത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്ക് ഫത്വ നൽകി പോകണ്ട. അത് എന്ത് ചെയ്യാ, ഉലമാ പറഞ്ഞോട്ടെ. അവർ പഠിപ്പിച്ചു തരും എന്തിനാണ് ഈ പറയുന്നത്, എന്തേ 16 എന്തിനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട വല്ല കാര്യം. മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? അർറജുലു താഫിഹ്. 16 കെട്ടിക്കണം എന്ന് പറയുമ്പോൾ 16 പിന്നെ സ്കൂളിൽ നിന്ന് പിൻവലിക്കണം, DC വാങ്ങി പോരണമെന്ന ആൾക്കാരില്ല. അങ്ങനെ ഉണ്ടോ? അതല്ലല്ലോ. അതാണോ ഈ പറഞ്ഞതിനർത്ഥം? എത്ര നല്ല മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ അന്തസ്സിൽ ഡിഗ്രിയും PGയും അല്ലെ അതിനപ്പുറത്തേക്ക് വലിയ വലിയ ഉദ്യോഗാർത്ഥികളായി പഠിച്ചു വരുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അൽഹംദുലില്ലാ, പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ. പക്ഷേ ഒരു മുസ്ലിമായ പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നിയാൽ അതാ വിഷയം. ഓൾക്ക് കല്യാണം കഴിക്കണം, ഓൾ വ്യഭിചരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? അവൾക്ക് കല്യാണം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. ഹലാൽ മുസ്ലിമല്ല, നമ്മൾ സെക്യുലറിസ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ബാധകമല്ല. നിങ്ങളുടെ യുക്തി, ഇപ്പൊ വ്യഭിചാരം പ്രശ്നമില്ലാത്തവരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മതത്തെ എന്ന വ്യഭിചാരത്തിന് കേസില്ല അല്ലെ? മതേതര രാജ്യത്തിന്റെ നിയമം അങ്ങനെയാ. പക്ഷേ ഇസ്ലാം അതല്ലല്ലോ. ഇസ്ലാം അതല്ല, ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. അത് തീരുമാനിക്കേണ്ടത് ഖുർആനാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വ്യഭിചരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, കണ്ടവന്റെ കൂടെ വിളിച്ചോണാൻ നിൽക്കുക. ഈ പെൺകുട്ടിക്ക് അച്ചടക്കത്തിനുള്ള ജീവിതം കൊടുക്കണം. വാപ്പ എന്ത് പറയണം? നീ അവന്റെ കൂടെ വിളിച്ചോടിക്കുമെന്ന് പറയില്ലേ? 18 കഴിഞ്ഞിട്ട് വന്നിട്ട് നിക്കാഹ് ചെയ്ത് തരാം എന്ത് തോന്നിയ. ഇത് മുസ്ലിമിന് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇത് ഇസ്ലാമിന്റെ കീഴിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാഹുവില്ല എന്ന് പറയുന്നവരോ പടച്ച തമ്പുരാൻ ഈ കാണുന്ന ലോകമൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിക്കൊരു പക്ഷേ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല. നീ മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. 16 വയസ്സോ അതിൽ താഴെയോ ഉള്ള ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കല്യാണം നടത്തിക്കൊടുക്കാൻ ലീഗൽ സാങ്ഷൻ നിങ്ങൾ കൊടുക്ക്. ഇത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ? 16 ആയവരൊക്കെ കെട്ടിച്ചു വിടണമെന്നാണോ പറഞ്ഞത്? നീ 25 കെട്ടിച്ചോ 35 കെട്ടിച്ചോ, ആർക്കെന്ത് പ്രശ്നം? 16 ഉള്ള ഒരു കുട്ടി, 18ന്റെ താഴെ പ്രായമായ ഒരു കുട്ടിക്ക് ഹലാലായ രീതിയിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയാൽ അവളെ വ്യഭിചരിക്കാനോ തോന്നിവാസത്തിനോ പറഞ്ഞേക്കുകയാണോ രക്ഷിതാവ് വേണ്ടത്? അതല്ല, അന്തസ്സിൽ നിക്കാഹ് ചെയ്ത് കൊടുക്കലോ. ഇത്രേ വിഷയമുള്ളൂ. ചാനലുകാരൻ കണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് കേട്ടോക്കുമ്പോ നമ്മളാൾക്കാർക്കും ശരി തന്നെ കേട്ടോ, ഉസ്താദുമാര് തലകെട്ടും കെട്ടി പറഞ്ഞതൊക്കെ എന്ത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. ദീനിന്റെ വിഷയം എന്താണ്, ഈ വിഷയം എന്ന് മനസ്സിലാക്കുന്നത് പഠിക്കുന്നില്ല. അങ്ങോട്ട് ചർച്ച ചെയ്യാൻ അവനവന്റെ യുക്തിക്ക് തോന്നുന്ന ചർച്ചയാണെങ്കിൽ ഇതൊന്നും അവർക്ക് പ്രശ്നമാവില്ല. ഇതവർക്ക് ചെവിയിലേക്ക് കടക്കുക. നമ്മൾ പറയുന്നത് ദീനിന്റെ കാഴ്ചപ്പാടിലാണ്. ഇത്രയല്ലേ വിഷയം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ 4 കാശിന് വിലയില്ലാത്ത ആളുകൾ. എങ്ങനെ വിലയില്ല എന്നാ പറഞ്ഞത്?
ദീനിയായിട്ട് ഇസ്ലാമിന്റെ വിവരമില്ല, പണ്ഡിതനല്ല, പഠിച്ച ആളല്ല, പക്ഷേ ചാനലുകാരന്റെ മുമ്പിൽ കയറിയിട്ട് പറയാം, ആരിപ്പോ സ്വന്തം കുടുംബക്കാരെയാണ് പ്രശ്നമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായം ഇതാണെന്ന് സ്വന്തം പേരിൽ ലോകത്തിന് പ്രചരിപ്പിക്കൂ. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതമെന്നറിയോ ഈ ചാനലുകാരൊക്കെ വരുന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിം പൊതുവിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ രംഗത്ത് വരുമ്പോൾ ഈ പൊതു അഭിപ്രായ പ്രകടനം എങ്ങനെ പ്രകടിപ്പിക്കുക? അതിന് മീഡിയ വേണം. 4 ആൾ ഇതിന്റെ മൈക്കില്ലാത്ത കാലത്ത്, അല്ലേ, ഇത്തരം സോഷ്യൽ മീഡിയകളില്ലാത്ത കാലത്ത്, ടെലികാസ്റ്റിംഗ് സിസ്റ്റങ്ങളില്ലാത്ത കാലത്ത് 10 ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ മുസ്ലിം ബഹുജനത്തിന്റെ പൊതുഅഭിപ്രായം എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ പറയൽ എപ്പോഴാ? ഈ കാലഘട്ടത്തിൽ ഇത് പ്രസക്തമാണ്. ഈ കാലത്ത് ഇത് പ്രസക്തമാണ്. ചാനലുകൾ കൊടുത്താൽ പിന്നെ ലോകം ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ നന്മയും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ജീവിതം തകരും. ഇപ്പോ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പണ്ടത്തെ കാലം പോലെയല്ല. ഒരു മിസ്റ്റേക്ക് വന്ന ആ മനുഷ്യന്റെ ജീവിതം തകർക്കുക ചാനലുകാരന്റെ ക്യാമറ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് ആ മനുഷ്യന്റെ ഒരു നന്മയും പിന്നെ അവിടെ ഇല്ല. അതാണ് അങ്ങോട്ട് തകർക്ക് വിളിച്ചു പറയാ. അത് മറ്റവന്റെ കുടുംബക്കാരെയാലും കുഴപ്പമില്ല, അവനെ കെട്ടിയുള്ള വിഷയമായാലും കുഴപ്പമില്ല, ഇവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ്. ചാനലുകാർക്കൊക്കെ ചങ്ങലക്കിടേണ്ട നേരം കഴിഞ്ഞിട്ടുണ്ടെന്ന്. എന്തൊക്കെയാ വിളിച്ചു പറയേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയാ ഒരു സമൂഹത്തിന്റെ അഭിമാനം പിച്ചു ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ മാത്രമാണ്. Could be at the cost of anyone's prestige. അവർക്കത് പ്രശ്നമല്ല. ഒരാളുടെ അഭിമാനം അങ്ങ് തകർന്നിടയും, അവന്റെ കുടുംബവും അവന്റെ തറവാടും അങ്ങ് തകർന്നു വീഴും. ഒരു മിസ്റ്റേക്കിന് വിളിച്ചു പറയാൻ പറ്റുമോ? കുടുംബ വിഷയങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഭയങ്കര എക്സ്ക്ലൂസീവ് ന്യൂസുകൾ. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അതിന്റെ ആളുകൾ ഇടപെടട്ടെ, നീ അങ്ങ് കയറി പറയണ്ട. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വിഷയം. ഇതാണ് സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.